അടുത്തത് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ നമ്മൾ ഇടപഴകുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് തൊടുന്ന ബ്രഷിലും പേസ്റ്റിലും സോപ്പിലും എല്ലാം നമുക്ക് ഇംഗ്ലീഷ് കാണാം. ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള മദർ ടങ് ഉണ്ടെങ്കിലും ഇംഗ്ലീഷ് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് ആണ്. ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്കുള്ള ജോലികൾക്കും കൂടി നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് വരുന്ന ബന്ധപ്പെട്ട കോൾസ് എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ജോലിയിൽ എങ്ങനെ ഇംഗ്ലീഷ് ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ടിപ്സാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്നത് നിങ്ങൾക്കുള്ള ഒരു ചെറിയൊരു ലജ്ജയാണ്. മറ്റുള്ളവർ നിങ്ങളുടെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നൽ. ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെയുള്ള ഒരു തോന്നലിൻ്റെ ആവശ്യമില്ല. കാര്യം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് തന്നെ ഏകദേശം 160ഓളം ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. ഫ്രഞ്ചുകാരെങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ജർമ്മൻകാരെങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഓസ്ട്രേലിയക്കാരെങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ബ്രിട്ടീഷുകാരെങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരെല്ലാവരും സംസാരിക്കുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഇതിനെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ റൈറ്റ് കാൻഡിഡേറ്റിന്റെ പ്രൊഫൈൽ വീഡിയോ ഉണ്ടാക്കുന്ന സെഷൻ നന്നായിട്ട് കണ്ടിട്ട് ആ പ്രൊഫൈൽ വീഡിയോയിലുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് യൂസേജും ആക്സെന്റും ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് എഐയുടെ സഹായം തേടാം, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ സഹായം തേടാം. അപ്പോൾ ഒരിടത്തും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ആക്കി എടുക്കാൻ പറ്റും. പണ്ട് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ സംസാരിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഈ മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിന്റെ സ്വാധീനം ഇംഗ്ലീഷിനകത്ത് വരുന്ന കാര്യമാണ് മദർ ടങ് ഇൻഫ്ലുവൻസ് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്ന് അതൊന്നും ഒരു പ്രശ്നം അല്ലാതായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മലയാളികൾ സംസാരിക്കുന്ന രീതിയിലല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കർണാടകയിൽ നിന്നുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ബംഗാളിൽ നിന്നുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇതിലെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊന്നും ഇന്ന് ആരും കാര്യമാക്കാറില്ല. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് സക്സസ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാംഗ്വേജിന്റെ ഒരു പർപ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നിങ്ങളുടെ ഗ്രാമർ ശരിയായിരുന്നോ, നിങ്ങൾക്ക് നേറ്റീവ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻസ് ശരിയായിരുന്നോ എന്നുള്ളതൊക്കെ പിന്നെ വരുന്നു. അപ്പൊ മടി കൂടാതെ ധൈര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുക, മിസ്റ്റേക്കുകൾ വരുത്തുക. അടുത്തൊരു മാർഗം, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചേർന്നിട്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. ഇന്ന് പോലെ നമ്മൾ ഈ നെറ്റ്വർക്കിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അതിലുള്ള മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക, അടുത്ത തവണ അത് റെക്ടിഫൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂസേജ് ഇംപ്രൂവ് ചെയ്തെടുക്കുക, റെക്കോർഡ് ചെയ്യുക, അത് കേട്ട് നോക്കുക, അതിനകത്തുള്ള മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്യുക. അതുപോലെ സബ് ടൈറ്റിൽസ് ഉപയോഗിച്ച് മൂവി കാണുക. റൈറ്റ് കാൻഡിഡേറ്റ്സിന്റെ പ്രൊഫൈൽ വീഡിയോ അത് ആദ്യം പ്രാക്ടീസ് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ ജോലിക്ക് ആപ്ലിക്കേഷൻസ് അയച്ചു തുടങ്ങിയിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടി, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നു. അതുവരെയുള്ള നിങ്ങളുടെ ഒരു യാത്ര, ഈ യാത്രക്കകത്ത് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ തന്നെ ചോദ്യം ചോദിക്കുക. ഇങ്ങനെ ദിവസവും ഒരു 10 സെന്റൻസ്, 10 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, തറവാക്കി കഴിഞ്ഞാൽ, അപ്പോൾ വെറും 5 ദിവസം 50 സെന്റൻസ് അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇത് പഠിച്ചെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് വിശദമായിട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഞാൻ കണ്ടു മലയാളത്തിൽ. ഇനി ഇത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. പല പല ഇൻഡസ്ട്രികളിലും പല പല സെഗ്മെന്റുകളിലും സെക്ടറുകളിലും വർക്ക് ചെയ്ത് വന്ന എനിക്ക് ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, ഒരാൾ ഒരു കമ്പനിയുടെ ടോപ്പ് പെർഫോമർ ആണ് എന്ന് കരുതി അയാളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിരിക്കണമെന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സിഇഒമാര് അവരുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്, ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ്. ഇനി ഇതിനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു തുടങ്ങാം. അതായത് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റായി രേഖപ്പെടുത്തുക.
ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളത്തിൽ അതിനെ ഭാഷാശൈലി പ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ പറയും. ഇവിടെ ഞാനൊരു 5 ഈ രീതിയിലുള്ള ശൈലികൾ, ഇംഗ്ലീഷിലുള്ള ശൈലികൾ ഞാൻ പറയും. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. 1, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. 2, ഗെറ്റ് ദ ബോൾ റോളിംഗ്. 3, വി ആർ ഓൺ ദ സെയിം പേജ്. 4, വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. 5, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ഇതിൻ്റെ എല്ലാ അർത്ഥം കമൻ്റായി രേഖപ്പെടുത്തുക. ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇത്തരം ഇഡിയംസ് കണ്ടുപിടിച്ചിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഇത്തരം ഇഡിയംസ് ഉപയോഗിച്ച് പരിശീലിക്കുന്നത് നല്ലൊരു തുടക്കമായിരിക്കും. താങ്ക് യു.